ആലപ്പുഴയിൽ വയറുവേദനയുമായി എത്തിയ 9-കാരിയുടെ വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ 127 സെന്റിമീറ്റർ നീളത്തിലുള്ള മുടിയുടെ കെട്ട് പുറത്തെടുത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുട്ടികളുടെ ശസ്ത്രക്രിയാ വിഭാഗമാണ് ശസ്ത്രക്രിയയിലൂടെ ഈ മുടിയുടെ കെട്ട് പുറത്തെടുത്തത്. കുട്ടിക്ക് നിരന്തരമായുള്ള വയറുവേദന, ഛർദി, വയറ്റിൽ തടിപ്പ് എന്നീ ലക്ഷണങ്ങളോടെ കഴിഞ്ഞ ദിവസമാണ് പീഡിയാട്രിക് സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. അൾട്രാസൗണ്ട്, CT സ്കാൻ, എൻഡോസ്കോപ്പി തുടങ്ങിയ പരിശോധനയിൽ കുട്ടിക്ക് ഡ്രൈക്കോബെസോർ എന്ന അപൂർവ രോഗമാണെന്ന് കണ്ടെത്തി. ആമാശയത്തിൽ രോമങ്ങൾ അടിഞ്ഞുകൂടി ഒരു മുഴ പോലെയാകുന്ന രോഗത്തെയാണ് ഡ്രൈക്കോബെസോർ എന്ന് പറയുന്നത്. ഹെയർബോൾ എന്നും ഈ അവസ്ഥക്ക് പറയും. തലമുടി, നൂല്, ക്രയോണ് എന്നിവ ഉള്ളിൽ ചെല്ലുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണിത്. സാധാരണ കണ്ടുവരുന്ന ഡ്രൈക്കോബെസോറിൽ ഹെയർബോൾ ആമാശയത്തിൽ ഒതുങ്ങുന്നവയാണ്. എന്നാൽ കുട്ടിക്ക് ബാധിച്ച രോഗം പതിവിൽ നിന്നും വ്യത്യസ്തമായി ഹെയർബോൾ ചെറുകുടലിലേക്ക് വ്യാപിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കുട്ടിയിൽ ഹെയർബോളിന് 127 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു. ഡ്രൈക്കോബെസോറിന്റെ വളരെ അപൂർവമായ രൂപമാണിത്. ശസ്ത്രക്രിയ കഴിഞ്ഞ പെൺകുട്ടി സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. പീഡിയാട്രിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ഷിനാസ് സാദിഖും ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദിയും ഡോക്ടർ ജ്യൂസ് ജോസഫും ഡോക്ടർ ഫാത്തിമയും ഡോക്ടർ അനന്തു, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ വീണയും ഡോക്ടർ ബിബി, ഡോക്ടർ അഡ്ലേനും ഡോക്ടർ ഹരികൃഷ്ണ, ഡോക്ടർ അംബിക, ഡോക്ടർ അപർണ, ഡോക്ടർ അനുരാജ്, ഗ്യാസ്ട്രോളജിസ്റ്റ് ഡോക്ടർ ഗോപു, നഴ്സിംഗ് വിഭാഗത്തിലെ ഷീജ, ശ്രീദേവി, ഷെറിൻ, സൂരജ്, ധന്യ, ബേബി പ്രീത, മീര, സനിത, ആശ, അഞ്ജലി, ബിന്ദുമോൾ, രമാദേവി എന്നിവരുൾപ്പെട്ട സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഇതേ അവസ്ഥക്ക് സമാനമായി 17-കാരിയുടെ വയറ്റിൽ 16 സെന്റിമീറ്റർ നീളത്തിൽ മുടിക്കെട്ട് കണ്ടെത്തിയിരുന്നു. 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണത് നീക്കം ചെയ്തത്. UP-യിലെ സിന്ധൌലി ജില്ലയിലെ അംദാർ ഗ്രാമത്തിൽ നിന്നുള്ള ഖുഷി എന്ന പെൺകുട്ടിക്കാണ് കുറച്ചു ദിവസങ്ങളായി കടുത്ത വയറുവേദനയാലും തുടർച്ചയായ ഛർദിയാലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ആശുപത്രിയെ സമീപിക്കുകയും ചെയ്തത്. തുടർന്ന് ഷാജഹാൻപൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ നടത്തിയ CT സ്കാനിലാണ് വയറിനുള്ളിൽ വലിയൊരു മുടിക്കെട്ട് കണ്ടെത്തിയതും. ഖുഷി എന്ന പെൺകുട്ടിക്ക് മുടി തിന്നുന്ന സ്വഭാവമുണ്ടായിരുന്നുവെന്ന് മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു. അത് ആത്യന്തികമായി ഡ്രൈക്കോബെസോർ എന്ന രോഗത്തിന്റെ രൂപീകരണത്തിന് കാരണമായി.